Good morning, students. Today we will continue our discussion on conservation of angular momentum. Last class, we gave some definitions for center of mass. Center of mass in the applications, the importance. Then center of mass frame of reference, the importance. Okay, class. So today we will see the conservation of angular momentum. So first we will see the motion under central forces. Okay, എന്താണ് central forces? Central forces എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ forces directed towards or away from a fixed point. Okay, ഒന്നുകിൽ ഫിക്സഡ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ towards or away. അപ്പോൾ അങ്ങനത്തെ ഫോഴ്സുകളെയാണ് നമ്മൾ സെൻട്രൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇത് എഴുതാൻ പറ്റും. ദ വെക്റ്റർ എഫ് ദറ്റ് ഫോഴ്സ് ഈക്വൽ ടു സം മാഗ്നിറ്റ്യൂഡ് എഫ് ഇൻറ്റു യൂണിറ്റ് വെക്റ്റർ ആർ. ഓക്കെ, വേർ ആർ ഇസ് ദ എന്താ പറയുക, അപ്പോൾ റേഡിയൽ ആയിട്ടായിരിക്കും, ഒന്നുകിലോ ടുവേർഡ്സ് ഓർ എവേ ഫ്രം ദാറ്റ് ഫിക്സഡ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇലാസ്റ്റിക് ഫോഴ്സ്, ഹൂക്സ് ലോ, ഒരു സ്പ്രിങ്ങിലുണ്ടാവുന്ന ഫോഴ്സ്. ഓക്കെ, നമുക്കറിയാം ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദാറ്റ് മീൻ പൊസിഷൻ എന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു വെക്ടർ ആർ. വൺ ഡയമെൻഷൻ ആണെങ്കിൽ എക്സ് എന്ന് എഴുതും, കെ എക്സ് എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ ഇൻ ജനറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കെ ആർ എന്ന് പറയും. വേർ ആർ ഇസ് ദ എന്താ പറയുക റേഡിയൽ വെക്ടർ ആണെന്ന് പറയും. ഓക്കെ, സോ സ്ട്രെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിലേക്ക് ഇൻവേർഡ് ഫോഴ്സ് വരും. കംപ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു മീൻ പൊസിഷൻ ഉണ്ടായിരിക്കും, ആ മീൻ പൊസിഷനിലേക്ക് ആയിരിക്കും ഫോഴ്സ് വരിക. ഓക്കെ, സോ വേറെ എക്സാമ്പിൾ ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈക്വൽ ടു ന്യൂട്ടൺസ് ലോ പ്രകാരം, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രകാരം മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്. ഓക്കെ, അപ്പോൾ ഒരു മാസിൽ നിന്ന് മറ്റേ മാസിലേക്കുള്ള ഒരു വെക്ടർ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അവിടെയും ഓക്കെ ടുവേർഡ്സ് ഓർ എവേ ഫ്രം എ ഫിക്സഡ് പോയിന്റ്. എർത്ത് ആണെന്നുണ്ടെങ്കിൽ എർത്തിൻ്റെ സെൻറ്ററിലേക്കാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വരിക. ഓക്കെ, അനദർ എക്സാമ്പിൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അവിടെയും 1/r സ്ക്വയർ ഡിപ്പെൻഡൻസ് ആണ്, ബട്ട് ഡയറക്ഷൻ വിൽ ബി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആർ. ഒരു ചാർജിൽ നിന്ന് മറ്റേ ചാർജിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ, ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, either away or towards depending on the nature of charge. ഓക്കെ, പ്ലസും മൈനസും ആണെന്നുണ്ടെങ്കിൽ അട്രാക്റ്റീവ്, ഓപ്പോസിറ്റ് ചാർജസ് ആണെങ്കിൽ റിപ്പൾസീവ്. എന്തായാലും ഈ രണ്ട് ചാർജുകളും തമ്മിലുള്ള ലൈൻ വരച്ചാൽ ഒന്നുകിലോ ഇൻവേർഡ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് ഈ ഡയറക്ഷനിലേ വരുള്ളൂ. ഓക്കെ, സോ സച്ച് ഫോഴ്സസ് ആർ നോൺ ആസ് സെൻട്രൽ ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഫോഴ്സുകളിലെ കുറച്ച് നമുക്ക് പ്രോപ്പർട്ടീസ് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് സെൻട്രൽ ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ സെൻട്രൽ ഫോഴ്സസിലെ പ്രോപ്പർട്ടീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നു ടോർക്ക് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ഈസ് സീറോ. ഓക്കെ, ടോർക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇറ്റ്സ് എ ട്വിസ്റ്റിംഗ് ഫോഴ്സ് എന്നൊക്കെ പറയും. ഓക്കെ, ടോർക്ക് ടോ ഈസ് ഡിഫൈൻഡ് ആസ് ആർ ക്രോസ് എഫ്. ഓക്കെ, ആർ ഇസ് ദ എന്താ പറയുക, ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലീനിയർ മോഷനിൽ ഫോഴ്സ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റിയാണ് ടോർക്ക്. റൊട്ടേഷണൽ മോഷനിലുള്ള കറസ്പോണ്ടിങ് ക്വാണ്ടിറ്റിയാണ് ടോർക്ക് എന്നൊക്കെ പറയും. ഓക്കെ, സോ അപ്പോൾ ടോർക്ക് ടോ ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. സോ അപ്പോൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് പറഞ്ഞാൽ സെൻട്രൽ ഫോഴ്സ് ആണെങ്കിൽ this F can be written as magnitude F into r cap direction, because direction will be radial direction. Okay, അപ്പോൾ നമുക്ക് F എന്ന് ഇതിന് പുറത്തേക്ക് എടുക്കാം, F into r cross r cap. Okay,
സോ സെയിം ഡയറക്ഷനിലുള്ള രണ്ട് വെക്ടറിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0 ആയിരിക്കും. അത് നമുക്കറിയാം, മാത്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. I cross I equal to 0, J cross J equal to 0, K cross K equal to 0, അല്ലെങ്കിൽ A cross A equal to 0. സെയിം വെക്ടർ ആണെന്നുണ്ടെങ്കിൽ, സെയിം ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് വിൽ ബിക്കം 0. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോർക്ക് 0 ആണെന്ന് കിട്ടി. ഓക്കെ, സോ ഇൻ സെൻട്രൽ ഫോഴ്സസ് ടോർക്ക് വിൽ ബി 0. Okay, now in central forces angular momentum is conserved or constant. ആ സിസ്റ്റത്തിൻ്റെ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും, കൺസേർവ് ചെയ്യും. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, അപ്പോൾ ടോർക്ക് ടോ ഈക്വൽ ടു dl/dt. ഓക്കെ, ഞാൻ പറഞ്ഞു ടോർക്ക് എന്ന് പറയുന്നത് റൊട്ടേഷണൽ മോഷനിലെ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. നമുക്കറിയാം F ഈക്വൽ ടു dp/dt എന്ന് നമുക്കറിയാം. സിമിലർലി ടോർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് dl/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം L. ലീനിയർ മോഷൻ ആണെങ്കിൽ F ഈക്വൽ ടു dp/dt എന്ന് നമ്മൾ എഴുതും, ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഓക്കെ, അതേ ഫോമാണ് ഇവിടെ വരിക. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ടോർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 0 എന്ന് കിട്ടിയിട്ടുണ്ട് സെൻട്രൽ ഫോഴ്സസിൻ്റെ കേസിൽ. Okay, so dl/dt equal to 0. That is the rate of change of angular momentum equal to 0. Okay, ഒരു സാധനത്തിൻ്റെ ഡിഫറൻഷ്യൽ 0 ആവണമെങ്കിൽ what will be that quantity? That quantity will be constant. So L is constant. That is angular momentum is constant. അപ്പോൾ ഒരു സെൻട്രൽ ഫോഴ്സസിൻ്റെ കേസിൽ ആംഗുലർ മൊമെൻറ്റം കൺസർവ് ചെയ്യും. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി. ഓക്കെ, പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ പ്ലെയിൻ അണ്ടർ സെൻട്രൽ ഫോഴ്സസ്. ഒരു പാർട്ടിക്കിൾ സെൻട്രൽ ഫോഴ്സിലാണെന്നുണ്ടെങ്കിൽ അതൊരു പ്ലെയിനിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എർത്ത് റിവോൾവ്സ് അറൗണ്ട് സൺ ഇൻ എ, എന്താ പറയുക, ഒരു ഓർബിറ്റ്. ആ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറഞ്ഞു. ബട്ട് ദാറ്റ് ഓർബിറ്റ് ഒരു പ്ലെയിനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ പ്ലെയിനും അത് മാറില്ല. അതെങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, എൽ ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എൽ എന്ന് പറയുന്നത് ആർ ക്രോസ് എം വി ആണ്, ആർ ക്രോസ് ലീനിയർ മൊമെൻറ്റം. ഓക്കെ, ദാറ്റ് ഈസ് ആംഗുലർ മൊമെൻറ്റം. അല്ലെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എം ആർ വി എന്ന് എഴുതാൻ പറ്റും, എം ആർ ക്രോസ് വി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ എം വി ആർ. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെയും ആംഗിൾ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എം വി ആർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇത് കോൺസ്റ്റൻ്റ് ആവണം. ദാറ്റ് മീൻസ് ആർ ക്രോസ് വി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. എം ആൾറെഡി കോൺസ്റ്റൻ്റ് ആണ്, സോ ആർ ക്രോസ് വി ഷുഡ് ബി കോൺസ്റ്റൻറ്റ്. നമുക്കറിയാം രണ്ട് വെക്ടറിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ്. ഓക്കെ, രണ്ട് വെക്ടറിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്, ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതും നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആറിനും വിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും എൽ. ആൻഡ് അത് കോൺസ്റ്റൻ്റ് ആയിരിക്കണമെങ്കിൽ ഈ ആറിനും വിക്കും ഒരു പ്ലെയിനിൽ നിന്നാൽ മാത്രമാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. സോ ദാറ്റ് മീൻസ് ആർ ഷുഡ് ലൈ ഇൻ എ പ്ലെയിൻ. The particle, the position vector of the particle should be in a plane. ഒരു പ്ലെയിനിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ, ആ പ്ലെയിനിൽ നിന്ന് അതിന് മാറിപ്പോകാൻ പറ്റില്ല. ഓക്കെ, അത് നമ്മൾ പല എക്സാമ്പിൾ കാണുന്നതാണ്. ഞാൻ പറഞ്ഞു ഇതേമാതിരി പ്ലാനറ്റ്സിൻ്റെ ഓർബിറ്റ്സ് അതൊക്കെ പ്ലെയിനാർ ഷേപ്പിലാവാനുള്ള റീസൺ ഇതാണ്. ഓക്കെ, നൗ then aerial velocity of a particle moving under central force is constant. Okay, aerial velocity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ area swept per second, that is called aerial velocity. ആക്ച്വലി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്ത സ്ലൈഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് ഒരു എലിപ്സ് ആണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, എലിപ്റ്റിക്കൽ ഓർബിറ്റ് നമുക്കറിയാം. നമ്മുടെ സോളാർ സിസ്റ്റത്തിലാണെങ്കിൽ ശരി, പ്ലാനറ്ററി മോഷൻ്റെ കേസിൽ all the planets revolve around the sun in an elliptical orbit with
sun at one of the foci. ഓക്കെ, അപ്പോൾ എല്ലാ പ്ലാനറ്റ്സും സൂര്യനെ ചുറ്റുന്നുണ്ട്. ആ ചുറ്റുന്ന ആ ഓർബിറ്റിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ എലിപ്സ് വിത്ത് സൺ അറ്റ് വൺ ഓഫ് ദ ഫോസൈ. എലിപ്സിന് 2 ഫോക്കസ് ഉണ്ട് എന്ന് പറയും. ഓക്കെ, അതിൽ ഒരു ഫോക്കസിലായിരിക്കും സണ്ണ്. എന്നിട്ട് ആ എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണ് എല്ലാ പ്ലാനറ്റ്സും കറങ്ങുക. ഇത് കെപ്ലേഴ്സ് ലോസ് ആണ്. ഓക്കെ, കെപ്ലർ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അപ്പോൾ ആ സണ്ണിന്ന് ആ പ്ലാനറ്റിലേക്ക് ഒരു ലൈന് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, ആ ലൈൻ, ദാറ്റ് ലൈൻ സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഫിഗറിൽ ഒരു വരച്ചു. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റാണ്. സപ്പോസ് അറ്റ് ടൈം ടി ഈക്വൽ ടു 0, ദ പ്ലാനറ്റ് ഈസ് അറ്റ് ദ പോയിന്റ് പി. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെക്ടറാണ് വരച്ചിരിക്കുന്നത്, പൊസിഷൻ വെക്ടറാണ് വരച്ചിരിക്കുന്നത് R. ഇനി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, ഒരു DT ടൈം കഴിഞ്ഞപ്പോൾ, അത് P പ്രൈം എന്ന് പറയുന്നൊരു പോയിന്റിൽ എത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ പൊസിഷൻ വെക്ടർ R + Δr എന്ന് ഞാൻ എടുത്തു. ഓക്കെ, അപ്പോൾ ഈ ഏരിയ, അതായത് OP പ്രൈം, ഓക്കെ, അതാണ് ആ ഒരു ഏരിയ Δt സെക്കൻഡിൽ അത് കവർ ചെയ്തു. ഓക്കെ, അപ്പോൾ ദാറ്റ് ഏരിയൽ വെലോസിറ്റി ഷുഡ് ബി കോൺസ്റ്റന്റ്. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഇതും ശരിക്കും കെപ്ലേഴ്സ് ലോ ആണ്. ഐ തിങ്ക് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ ആണ്. ഏരിയൽ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഏരിയ കണ്ടുപിടിച്ചു. ഈ ടൈം Δt ആവുമ്പോഴേക്കും പിന്ന് P പ്രൈമിലെത്തി. അപ്പോൾ OP പ്രൈം എന്ന് പറയുന്ന ഏരിയ കവർ ചെയ്തു. ഞാൻ ആ ഏരിയനെ Δs എന്ന് വിളിച്ചു. ഓക്കെ, സോ Δs ഈക്വൽ ടു, എനിക്ക് എന്ത് എഴുതാൻ പറ്റും? ഇതെനിക്കൊരു ചെറിയൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിലെ 2 വെക്ടർ, 2 സൈഡിലുള്ള വെക്ടറാണ്. ഒന്ന് R-ഉം ഒന്ന് R + Δr-ഉം. ഓക്കെ, അപ്പോൾ ഈ 2 വെക്ടറിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ പാരലോഗ്രാം ആയിരിക്കും. ഇതിനൊരു പാരലോഗ്രാം ആയിട്ട് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 2 സൈഡും കൂടി വരച്ചിട്ട് ഒരു പാരലോഗ്രാം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ പാരലോഗ്രത്തിൻ്റെ ഏരിയ ആയിരിക്കും A × B, അല്ലെങ്കിൽ R × R + Δr. അതിൻ്റെ പകുതി ആയിരിക്കും ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, ഇതും നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്, വെക്ടേഴ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ Δs ക്യാൻ ബി റിട്ടൺ ആസ് ഹാഫ് ഓഫ് ആ 2 വെക്ടറിനെയും ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ മതി. R × R + Δr. ഓക്കെ, അപ്പോൾ അതിൽ ഹാഫ് ഓഫ് R × R എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. പ്ലസ് R × Δr. അപ്പോൾ ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിതിനെ Δt കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ Δs / Δt, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഓഫ് R × Δr / Δt എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അതിലെ Δt വളരെ ചെറുതായി പോകണമെന്നുണ്ടെങ്കിൽ, ഇൻ ദ കേസ് ഓഫ് ലിമിറ്റ് Δt ടെൻസ് ടു 0, നമുക്ക് എന്താ എഴുതാൻ പറ്റും? Δs / Δt നമുക്ക് എഴുതാൻ പറ്റും ds / dt, ഡെറിവേറ്റീവ് ആയിട്ട് എഴുതാൻ പറ്റും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് R × dr / dt എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, dr / dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഈസ് വെലോസിറ്റി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് R × v എന്ന് എഴുതാം. ഓക്കെ, ഞാൻ അതിനെ മേലെയും താഴെയും ഒരു m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R × mv ഡിവൈഡഡ് ബൈ 2m എന്ന് എഴുതാം. ഓക്കെ, അതിലെ R × mv ആണ് നമ്മുടെ ആംഗുലർ മൊമെന്റം L. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് L/2m. സോ അപ്പോൾ നമ്മുടെ LHS എന്താ? LHS എന്ന് പറയുന്നത് ഏരിയൽ വെലോസിറ്റി ആണ്, ds / dt, ഏരിയ കവേർഡ് ബൈ ദാറ്റ് വെക്ടർ ഇൻ എ പർട്ടിക്കുലർ ടൈം t. ഓക്കെ, സോ ds / dt ദാറ്റ് ഈസ് ഈക്വൽ ടു L/2m എന്ന് കിട്ടി. അതിൽ m കോൺസ്റ്റന്റ് ആണ്, L-ഉം കോൺസ്റ്റന്റ് ആണ്, ബിക്കോസ് ആംഗുലർ മൊമെന്റം ഈസ് കൺസേർവ്ഡ് ഇൻ ദ കേസ് ഓഫ് സെൻട്രൽ ഫോഴ്സസ്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ളത് മൊത്തം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ LHS എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം.
Aerial velocity remains constant. Okay. So these are the properties of central forces. Okay. Central forces in the properties. ഇനി അതിൻ്റെ കുറച്ചൊരു എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഓക്കെ, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റം കൺസർവ് ചെയ്യുന്ന കുറച്ച് കേസുകളെ ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ അതിൽ മോഷൻ ഓഫ് എർത്ത് അറൗണ്ട് സൺ. ഓക്കെ, എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണെന്നൊക്കെ പറഞ്ഞു, ദാറ്റ്സ് ഫൈൻ. നമുക്കറിയാം. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രകാരം F=G(mm)/r²/r². ഫോഴ്സ് നമുക്കറിയാം. ഓക്കെ, ആംഗുലർ മൊമെന്റം L=I⍵. നമുക്ക് ലീനിയർ മോഷനിൽ അറിയാം മൊമെന്റം P മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, ആംഗുലർ മൊമെന്റം L മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനേർഷ്യയും വെലോസിറ്റിക്ക് പകരം ആംഗുലർ വെലോസിറ്റിയും കൊടുത്താൽ മതി. ഓക്കെ, so I is the moment of inertia, omega is the angular velocity. So angular momentum L=I⍵. ഇതും നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ഓർത്തെടുത്താൽ മതി. ഓക്കെ, L=I⍵, that is equal to constant. സെൻട്രൽ ഫോഴ്സസ് ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ വെലോസിറ്റി, ദാറ്റ് ഈസ് ആംഗിൾ ടേൺഡ് ഇൻ എ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഒരു തവണ മൊത്തം കറങ്ങാൻ 2π ആംഗിൾ ആയിരിക്കും. അതിനെടുക്കുന്ന സമയമാണ് പീരീഡ് ടി. സോ ഒമേഗ =2π/t എന്ന് എഴുതാം. ഓക്കെ, സോ ബേസിക്കലി ഒരു തവണ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന സമയം 24 മണിക്കൂറാണ്. 1 day എർത്തിൻ്റെ കേസിൽ. ഓക്കെ, സോ ബേസിക്കലി ഒമേഗ =2π/24 hours. അതായിരിക്കും ഒമേഗ. ഓക്കെ, ഇനി നമ്മളൊന്ന് കെയർഫുള്ളി അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമ്മർ സീസൺ ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോൾസിലുള്ള മഞ്ഞ് ഉരുകും. ഓക്കെ, അപ്പം മഞ്ഞുരുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് മഞ്ഞുരുകിയിട്ടുള്ള വെള്ളം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ that will travel towards equator സൈഡിലേക്ക് ആ വെള്ളം എത്തും. സോ ബേസിക്കലി ഈ എർത്തിൻ്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ മാറും. മാസ് ഡിസ്ട്രിബ്യൂഷൻ മാറിക്കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറും. സോ ബേസിക്കലി ഈ കേസിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇൻക്രീസ് ചെയ്യും. I എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, I ഇൻക്രീസ് ചെയ്താൽ I⍵ കോൺസ്റ്റന്റ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒമേഗ ഡിക്രീസ് ചെയ്യണം. I കൂടിയാൽ ഒമേഗ കുറയണം. സോ ബേസിക്കലി ഒമേഗ കുറയും. ഒമേഗ കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? ടി ഇൻക്രീസ് ചെയ്യും. ടി ഇസ് ദ പീരീഡ്. നമ്മൾ പറഞ്ഞു സാധാരണഗതിയിൽ നമ്മൾ 24 മണിക്കൂർ എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടും, 24 മണിക്കൂറിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, സോ ഡ്യൂറേഷൻ ഓഫ് ദ ഡേ ഇൻക്രീസസ്. ഓക്കെ, പക്ഷെ അത് അത്ര പ്രൊമിനൻ്റ് അല്ല, നമ്മൾ അങ്ങനെ നോട്ടീസ് ചെയ്യില്ല. ബട്ട് ഇറ്റ് ഹാപ്പൻസ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ അപ്ലിക്കേഷൻ, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. സോ ഈ ഡേയ്സിലുള്ള ചെറിയ വേരിയേഷൻ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വൺ ഓഫ് ദ എക്സാമ്പിൾ, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിളാണ് പ്ലാനറ്ററി മോഷൻ. ഓക്കെ, അല്ലെ കോമറ്റ്സിൻ്റെ മോഷൻ, ഹാലി കോമറ്റ്, ഇതിൻ്റെയൊക്കെ ഒരു മോഷനായിട്ട് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ ഹാലി കോമറ്റിൻ്റെ കേസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഈ സൂര്യനോട് അടുക്കും തോറും ആ കോമറ്റിൻ്റെ സ്പീഡ് കൂടിക്കൂടി വരുന്നു. ഓക്കെ, സ്പീഡ് ഓഫ് ദ കോമറ്റ് ഇൻക്രീസസ് ആസ് ഇറ്റ് അപ്രോച്ചസ് ദ സൺ. ഓക്കെ, ബേസിക്കലി കോമറ്റ് ആണെങ്കിലും എർത്ത് ആണെങ്കിലും ഏത് പ്ലാനറ്റ് ആണെങ്കിലും സണ്ണിനെ ചുറ്റുന്നത് ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. ഓക്കെ, വിത്ത് സൺ അറ്റ് വൺ ഓഫ് ദ ഫോസൈ. ഇപ്പം ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സൺ എന്ന് പറയുന്നത് ഈ എലിപ്സിൻ്റെ ഒരു ഫോക്കസിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ദെൻ എർത്ത് ഈ സണ്ണിനെ ചുറ്റുന്നത് ആ എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ്. ഓക്കെ,
അപ്പോൾ അതിൽ എർത്ത് ആ സണ്ണിന് ഏറ്റവും അടുത്ത് വരുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കും പെരിജി, ഏറ്റവും ദൂരെ എത്തുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കും അപ്പോജി. ഓക്കെ, അങ്ങനെ 2 പോയിന്റുകളുണ്ട്, പെരിജി, അപ്പോജി. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എർത്തിൻ്റെയും സ്പീഡ് വേരി ചെയ്യുന്നുണ്ട്. അത് സണ്ണിൻ്റെ അടുത്തെത്തുമ്പോൾ, പെരിജിയിലെത്തുമ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും, അപ്പോജിയിലെത്തുമ്പോൾ സ്പീഡ് കുറവായിരിക്കും, ലീനിയർ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഗെയിൻ L ഈക്വൽ ടു ആർ ക്രോസ് എം വി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ ആറും എം വിയും പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ എം വി ആർ, ജസ്റ്റ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി, എം വി ആർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ എർത്തിൻ്റെ മാസ് എടുക്കുകയാണെങ്കിൽ മാസ് കോൺസ്റ്റൻ്റ് ആണ്, അത് മാറാൻ പോകുന്നില്ല. സോ ബാക്കി വി ആർ ഷുഡ് ബി കോൺസ്റ്റൻറ്റ് ബിക്കോസ് എൽ ഈസ് കോൺസ്റ്റൻറ്റ്. ആംഗുലർ മൊമെൻറ്റം കൺസർവ് ചെയ്യണമെങ്കിൽ വി ആർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ദ പ്രൊഡക്റ്റ് ഓഫ് വെലോസിറ്റി ആൻഡ് ദ റേഡിയൽ വെക്റ്റർ, ദ ഡിസ്റ്റൻസ് ഫ്രം സൺ ടു ദ എർത്ത്. സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് പല സമയത്ത് പലതായിരിക്കും, മാറിക്കൊണ്ടിരിക്കും, ബിക്കോസ് ഇറ്റ്സ് എൻ എലിപ്സ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് ഏറ്റവും കുറയുന്നത് എപ്പോഴാണ്? പെരിജിയിലെത്തുമ്പോഴാണ്. ഡിസ്റ്റൻസ് ഏറ്റവും കൂടുന്നത് അപ്പോജിയിലെത്തുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വി ആർ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നൊരു ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വി പി ഇൻറ്റു ആർ പി ഈക്വൽ ടു വി എ ഇൻറ്റു ആർ എ എന്ന് എഴുതാൻ പറ്റും. കാരണം ഇത് രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതിൽ പി എന്ന് പറയുന്നത് പെരിജിയാണ്, എ എന്ന് പറയുന്നത് അപ്പോജിയാണ്, പൊസിഷൻസും അവിടുത്തെ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആർ പി ലെസ് ദാൻ ആർ എ, പെരിജിയിലുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ലെസ് ദാൻ അപ്പോജിയിലുള്ള ഡിസ്റ്റൻസ്. സോ വി പി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വി എ. വെലോസിറ്റി അറ്റ് പെരിജി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ വെലോസിറ്റി അറ്റ് അപ്പോജി. സോ ബേസിക്കലി എർത്തൊക്കെ എങ്ങനെ കറങ്ങാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സണ്ണിൻ്റെ അടുത്തെത്തും തോറും അതിന് സ്പീഡ് കൂടി വരും, ദെൻ സണ്ണിൽ നിന്ന് വിട്ടു പോകും തോറും സ്പീഡ് കുറഞ്ഞു വരും. അപ്പോജിയിലായിരിക്കും ഏറ്റവും ലെസ് വെലോസിറ്റി, പെരിജിയിലായിരിക്കും ഏറ്റവും ഹൈ വെലോസിറ്റി. അത് എർത്താണെങ്കിലും ശരി, കോമറ്റ് ആണെങ്കിലും ശരി, ഏത് പ്ലാനറ്റ് ആണെങ്കിലും ശരി. ഇനി എർത്ത് മൂൺ സിസ്റ്റത്തിലാണെങ്കിലും അതേ ഒരു മോഷനാണ് ഉണ്ടാവുക. മൂൺ റിവോൾവ്സ് അറൗണ്ട് എർത്ത് ഇൻ എ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് another example of conservation of angular momentum. Okay, now there is an important application, that is scattering of charged particles. Especially കെമിസ്ട്രിക്കാർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു, കെമിസ്ട്രിക്കാർക്കാണെങ്കിലും ഫിസിക്സുകാർക്കാണെങ്കിലും ഇമ്പോർട്ടൻ്റ് എക്സ്പെരിമെൻ്റ് ആണ് സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, പ്രത്യേകിച്ച് MSc പോയി കഴിഞ്ഞാൽ അത് നന്നായിട്ട് പഠിക്കാനുണ്ടാവും സ്കാറ്ററിങ്. അപ്പോൾ അതിൽ എന്താ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ, ബേസിക്കലി സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ സ്കാറ്ററിംഗ്. ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രോട്ടോൺ ഈസ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ. പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആറ്റം വിത്തൗട്ട് ഇലക്ട്രോൺ, നോർമൽ ഹൈഡ്രജൻ ആറ്റം വിത്തൗട്ട് ഇലക്ട്രോൺ, അത് ഇറ്റ്സ് എ പ്രോട്ടോൺ. ഓക്കെ, സോ എ ഹൈഡ്രജൻ ന്യൂക്ലിയസ് ഈസ് എ പ്രോട്ടോൺ. അതിൽ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, ന്യൂട്രോൺ ഒന്നുമില്ല. നേരെ മറിച്ച് ഡ്യൂട്രോൺ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു ന്യൂട്രോണും കൂടി ഉണ്ട്. ഓക്കെ, ഹൈഡ്രജൻ്റെ അടുത്ത ഐസോട്ടോപ്പാണ്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. സാധാ നോർമൽ ഹൈഡ്രജൻ വിത്തൗട്ട് എൻ ഇലക്ട്രോൺ, ദാറ്റ്സ് എ പ്രോട്ടോൺ. അപ്പോൾ അത് വെച്ചിട്ട് ബേസിക്കലി ആ പാർട്ടിക്കിളിനെ നമ്മളൊരു ഹൈ വെലോസിറ്റിയിൽ നമ്മളൊരു എലമെൻറ്റോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ന്യൂക്ലിയസിനെ ബൊമ്പാർഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, അതിൻ്റെ കൊളിഷൻ. Okay, these are called scattering experiments. അപ്പോൾ ബേസിക്കലി ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ഒരു നമുക്ക് അറിയാത്തൊരു ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അറിയാത്തൊരു ന്യൂക്ലിയസ്. സോ ഒരു ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺ ഉണ്ടായിരിക്കും? Z നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും, where Z is the atomic number. ഓക്കെ, നമുക്ക് കെമിസ്ട്രിയിൽ അറിയാം അറ്റോമിക് നമ്പർ Z ആണെന്നുണ്ടെങ്കിൽ അതിൽ Z പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും. The total charge of the nucleus will be Z times E, where E is the charge of a proton. Okay, അപ്പോൾ ZE ആയിരിക്കും ടോട്ടൽ ചാർജ്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ചാർജ് Z ടൈംസ് E. ഇവിടെ നിന്ന് ഒരു പ്രോട്ടോൺ വരുന്നുണ്ട്, അതിൻ്റെ ചാർജ് E ആയിരിക്കും, പ്ലസ് E. ഇതും പ്ലസ് ZE ആണ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി ദാറ്റ് പ്രോട്ടോൺ വിൽ ബി അറ്റ് ലാർജ് ഡിസ്റ്റൻസ്. അതിൻ്റെ മുകളിൽ അതിന്
സപ്പോസ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി വി, അതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. ഒരുപാട് ദൂരെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഈ പ്രോട്ടോണിൻ്റെ ഒരു എഫക്റ്റും ഉണ്ടാവില്ല. സോ പൊട്ടൻഷ്യൽ എനർജി ഒന്നും ഉണ്ടായിരിക്കില്ല, കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഇനീഷ്യലി അതിനൊരു വെലോസിറ്റി V0 ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ഡയറക്ഷനാണ് ഞാനിവിടെ ഡോട്ടർ ലൈൻ വെച്ചിട്ട് വരച്ചിരിക്കുന്നത്. ഈ ഡയറക്ഷനാണ് വരേണ്ടിയിരുന്നത്. ഓക്കെ, സോ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ന്യൂക്ലിയസിൻ്റെ എത്ര അടുത്ത് കൂടെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഡിസ്റ്റൻസ് B. അപ്പോൾ ആ ന്യൂക്ലിയസ് നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരച്ചാൽ മതി ഈ ഇനീഷ്യൽ ഡയറക്ഷനിലേക്ക്. സോ ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് B. ബിനെ നമ്മളൊരു പേര് പറയും, ദാറ്റ് ഈസ് കാൾഡ് ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറയും. ഓക്കെ, ആ ഡിസ്റ്റൻസ് ഇനീഷ്യൽ ഡയറക്ഷനും ആ ന്യൂക്ലിയസും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് കാൾഡ് ഇമ്പാക്ട് പാരാമീറ്റർ B. ഓക്കെ, ഇനി പ്രോട്ടോൺ അപ്രോച്ച് ചെയ്യും തോറും എന്ത് സംഭവിക്കുക വെച്ചാൽ, ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ്, ZE ടൈംസ് പോസിറ്റീവ് ചാർജ് ഉണ്ട്, വരുന്നതിനും പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ റിപ്പൽ ചെയ്യാൻ തുടങ്ങും. റിപ്പൽ ചെയ്തിട്ട് ഈ ഇനീഷ്യൽ ഡയറക്ഷനിൽ നിന്ന് മാറി 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 ഇങ്ങനെ ഒരു പാത്തിലാണ് അത് പോവുക. ഓക്കെ, ഒരു പരാബോളിക് പാത്ത്. ഒരു പരാബോളിക് പാത്തിലായിരിക്കും അത് ട്രാവൽ ചെയ്യാം. അത് ന്യൂക്ലിയസിൻ്റെ ഏറ്റവും അടുത്ത് എത്തുന്ന പോയിന്റിനെ ഞാനിവിടെ C എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഇത്ര അടുത്ത് വരെ അത് എത്തുള്ളൂ. ആ ക്ലോസസ്റ്റ് അപ്രോച്ച്, ആ ഡിസ്റ്റൻസിനെ ഞാൻ സ്മോൾ d എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. ഓക്കെ, നൗ ട്രൈ ടു അനലൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു B എന്ന് പറയുന്നത് അതിനെ ഞാൻ വിളിക്കും ഇമ്പാക്ട് പാരാമീറ്റർ ആണ്. സോ ഇനീഷ്യൽ ഡയറക്ഷനും ആ ന്യൂക്ലിയസും തമ്മിലുണ്ടാവുന്ന മിനിമം ഡിസ്റ്റൻസ്. ഇനി V0 എന്ന് പറയുന്നത് അതിന് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ദ പ്രോട്ടോൺ, ആ തുടങ്ങുമ്പോഴുള്ള വെലോസിറ്റി. ഓക്കെ, സോ അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്തായി? 12 mv0, where m is the mass of the proton. ഓക്കെ, 1.67 into 10 power minus 27 അതറിയാം. ഓക്കെ, അപ്പോൾ ആംഗുലർ മൊമെൻറ്റം, ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചു mvr എന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ അതിന് പകരം നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? mv0b എന്ന് എഴുതാൻ പറ്റും. ഇതാണ് എന്താ പറയുക, ആംഗുലർ മൊമെൻറ്റം ഓഫ് ദ പ്രോട്ടോൺ അബൌട്ട് ന്യൂക്ലിയസ്. ഇനീഷ്യൽ പോയിന്റ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ആൻഡ് 12 mv². സപ്പോസ് ഈ C എന്ന് പറയുന്ന പോയിന്റിൽ വെലോസിറ്റി, അതായത് ക്ലോസസ്റ്റ് അപ്രോച്ചിൽ വെലോസിറ്റി V ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അവിടുത്തെ കൈനറ്റിക് എനർജി എന്തായി? 12 mv² ആയി. സോ ദാറ്റ് ഇസ് ദ കൈനറ്റിക് എനർജി അറ്റ് ദ പോയിന്റ് C. ഓക്കെ, നൗ വെലോസിറ്റി V ആണെന്നുണ്ടെങ്കിൽ മൊമെൻറ്റം, ആംഗുലർ മൊമെൻറ്റം, C എന്ന് പറയുന്ന പോയിന്റിലുള്ള ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്ന ദാറ്റ് വിൽ ബി ഈക്വൽ ടു mvd ആയിരിക്കും. അവിടുത്തെ വെലോസിറ്റിയും അവിടുത്തെ ഡിസ്റ്റൻസും mvd. mvrന് പകരം mvd എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇത് സെൻട്രൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. സെൻട്രൽ ഫോഴ്സ് ആണെങ്കിൽ എന്താ? ബിക്കോസ് ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാ? കൂളംസ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ, ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷൻ. ഓക്കെ, അത് ഒരു സെൻട്രൽ ഫോഴ്സ് ആണ്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം കൺസർവ് ചെയ്യും. സോ ആംഗുലർ മൊമെൻറ്റം കൺസർവ് ചെയ്യണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും mv0b ഈക്വൽ ടു mvd എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ v0b ഈക്വൽ ടു v ഇൻറ്റു d എന്ന് എഴുതാൻ പറ്റും. m ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, നൗ അപ്ലൈ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എനർജി അറ്റ് എ ഇനീഷ്യൽ പൊസിഷൻ, അതായത് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള എനർജി, ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അവിടുത്തെ കൈനറ്റിക് എനർജി പ്ലസ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. ഒരുപാട് ദൂരെയായത് കാരണം അവിടെ പൊട്ടൻഷ്യൽ എനർജി ഒന്നുമില്ല, കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് 12 mv0² കൈനറ്റിക് എനർജി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഫൈനൽ പോയിന്റ് ഞാൻ C ആയിട്ട് എടുക്കുകയാണെങ്കിൽ സിയിലുള്ള ടോട്ടൽ എനർജി കണ്ടുപിടിച്ച് നോക്കാം. സിയിലുള്ള കൈനറ്റിക് എനർജി 12 mv² ആണ്. ഓക്കെ, ഇനി സിയിലുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ZE ചാർജും ഉണ്ട്, പ്രോട്ടോണിന് ഒരു E ചാർജും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം 1/4πε0 Q1 Q2/d r.
അല്ലെങ്കിൽ 1/4 epsilon 0 Q1 Q2 എന്ന് പറയുന്നത് Z E square ആയിരിക്കും, ഡിവൈഡഡ് ബൈ അവിടുത്തെ ഡിസ്റ്റൻസ് D ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻസ്. ദെൻ ഈ സി എന്നുള്ള പോയിന്റിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ V0B ഈക്വൽ ടു V ഇൻറ്റു D. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? V കണ്ടുപിടിക്കാൻ പറ്റും. V ഈക്വൽ ടു V0B ബൈ D. അപ്പോൾ അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, സോ ഹാഫ് എം V0 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എം V0B ബൈ D സ്ക്വയർ പ്ലസ് 1/4 epsilon 0 Z E square by D. Okay, so that is a scattering equation. ഇതിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പ്രോട്ടോൺ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് ഈ എലമെൻ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏത് ന്യൂക്ലിയസ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ബിക്കോസ് ബൈ നോയിങ് അതർ ഫാക്ടേഴ്സ് ലൈക്ക് ബി ആൻഡ് ഡി, ക്ലോസസ്റ്റ് അപ്രോച്ചും ഇമ്പാക്ട് പാരാമീറ്ററും ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ നമുക്കിതിന്ന് Z കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു അൺനോൺ ന്യൂക്ലിയസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന് നമുക്ക് സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, കെമിസ്ട്രിക്കാർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. ഓക്കെ, സോ ദീസ് ആർ ദ എന്താ പറയുക എക്സാമ്പിൾസ് ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, നൗ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ അതിലൊരു ഫസ്റ്റ് പ്രോബ്ലം, ഇഫ് എർത്ത് സഡൻലി ഷ്രിങ്ക്സ് ടു 1/3 ഓഫ് ഇറ്റ്സ് പ്രസൻറ്റ് റേഡിയസ്, ബൈ ഹൗ മച്ച് വുഡ് ദ ഡേ ബി ഡിക്രീസ്ഡ്? ഓക്കെ, അപ്പോൾ എർത്ത് എന്ത് ചെയ്യുക, ഇപ്പോഴുള്ള റേഡിയസ് എന്ന് അതിൻ്റെ 1/3 ഷ്രിങ്ക് ചെയ്തു. ഓക്കെ, സോ അപ്പോൾ ഫൈനൽ റേഡിയസ് എന്ന് പറയുന്നത് 2/3 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡേ എന്ന് പറയുന്നത് 24 മണിക്കൂർ എന്ന് പറയുന്നത് എത്രയായിട്ട് മാറും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമുക്ക് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ആംഗുലർ മൊമെൻറ്റം കൺസർവ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഒരു സ്ഫിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് 2/5 mr² ആണ്. ഓക്കെ, അപ്പോൾ ഇത് പ്ലസ് ടുവിൽ പഠിച്ചാണ്, ഞാൻ അറിയില്ലെങ്കിലും കുഴപ്പമില്ല, mr² എടുത്താലും നമുക്ക് ഈ പ്രോബ്ലം തെറ്റൊന്നുമില്ല. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞെന്ന് മാത്രം, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സ്ഫിയർ ഈക്വൽ ടു 2/5 mr². ഓക്കെ, അപ്പോൾ ലെറ്റ് us take R1 is the initial radius of the earth and R2 is the final radius of earth. ഷ്രിങ്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ R2 ഈക്വൽ ടു R1 മൈനസ് 1/3 R1 എന്ന് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ 2/3 R1. അപ്പോൾ ഫൈനൽ റേഡിയസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ റേഡിയസിൻ്റെ 2/3 ഉണ്ടായിരിക്കുള്ളൂ, കുറഞ്ഞു, ഷ്രിങ്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം അപ്ലൈ ചെയ്യാണ്. L1 ഈക്വൽ ടു L2 എന്ന് അപ്ലൈ ചെയ്യാണ്. സോ ദാറ്റ് ഈസ് I1 ω1, ഇതാണ് L1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I2 ω2, where I is the moment of inertia, omega is the angular velocity. ഓക്കെ, അപ്പോൾ I1 പകരം 2/5 mr1² എന്ന് കൊടുക്കാം, ഇൻറ്റു ω1 ഈക്വൽ ടു 2/5 mr2² ഇൻറ്റു ω2. ഓക്കെ, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 m ഇൻറ്റു R2 പകരം 2/3 R1 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2/3 R1 കൊടുക്കുകയാണ്. ഓക്കെ, ഇൻറ്റു ω2. അപ്പോൾ ഇതൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 2/5 ക്യാൻസൽ ചെയ്ത് പോയി, എം ക്യാൻസൽ ചെയ്ത് പോയി, R1² ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി നിങ്ങൾക്ക് എന്ത് കിട്ടും? ω1 ഈക്വൽ ടു 4/9 ω2 എന്ന് കിട്ടും. അതായത് ആ 2/3 സ്ക്വയർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ω എന്ന് പറയുന്നത് 2π/t ആണ്. സോ ω1 പകരം 2π/t1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4/9 ഇൻറ്റു 2π/t2. അപ്പോൾ അത് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ T2 ഈക്വൽ ടു 4/9 T1. T1ൻ്റെ 4/9 മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത് T2? T1 എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്, നമുക്കറിയാം, ഒരു ദിവസം. ഓക്കെ, അപ്പോൾ T2 എന്തായി? 10.66 hours കിട്ടും. അപ്പോൾ പുതിയ പീരീഡ് എത്രയായിരിക്കും? 10.66 മാത്രമേ ഉണ്ടാവുള്ളൂ.
ഓക്കെ, ഡിക്രീസ്ഡ് ബൈ 13 മണിക്കൂറിന് മേലെ കുറഞ്ഞു, 10 മണിക്കൂറായിട്ട് ഇത് കുറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ദാറ്റ് ഇസ് വൺ പ്രോബ്ലം, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. അടുത്തത് വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അടുത്ത പ്രോബ്ലം, ഡിറ്റർമിൻ ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് എ 1 MeV ന്യൂട്രോൺ about a nucleus if the impact parameter is 10⁻⁻12 meter. ഓക്കെ, ഇപ്പോൾ ഇവിടെ സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് ആണ്. സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റിൽ ന്യൂട്രോണിൻ്റെ എനർജി തന്നിട്ടുണ്ട്, അതിൻ്റെ ആംഗുലർ മൊമെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആംഗുലർ മൊമെൻറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം L = mv0b. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റിൽ. ഇത് ആംഗുലർ മൊമെൻറ്റ്, ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനൊന്ന് സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്തിട്ട് L² = m² v0² b² വരും. സ്ക്വയർ ചെയ്തിട്ട് ഒരു 2mb² കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 12m v0² കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള എന്താ, കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി = L²/2mb² ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ L = √12mv² എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി കൊടുത്തു ഇൻറ്റു 2mb², അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, L കിട്ടും. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1 MeV എന്നാണ്, മെഗാ ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ മില്യൺ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, 1 ഇൻറ്റു മെഗാ എന്ന് പറയുന്നത് 10⁻⁶. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്, അത് 1 വോൾട്ടിൽ വെച്ച് കഴിഞ്ഞുള്ള എനർജി. that is equal to 1.6 into 10⁻⁻19 joules. ഇലക്ട്രോൺ വോൾട്ടും ജൂളും തമ്മിലുള്ള റിലേഷനാണ്. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, മെഗാ 10⁻⁶, ഇലക്ട്രോൺ വോൾട്ട് 1.6 into 10⁻⁻19 എനർജി ആയി, കൈനറ്റിക് എനർജി ആയി, ഇൻറ്റു ഇവിടെ ബാക്കിയുള്ള 2 ഇൻറ്റു എമ്മിന് പകരം മാസ് ഓഫ് എന്താ ചെയ്യുന്നത്, ന്യൂട്രോൺ ആണ്. മാസ് ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് 1.67 into 10⁻⁻27 കിലോഗ്രാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ബി എന്ന് പറയുന്ന ഇമ്പാക്ട് പാരാമീറ്റർ ആണ്. ഇമ്പാക്ട് പാരാമീറ്റർ തന്നിട്ടുണ്ട് 10⁻⁻12 മീറ്റർ ആണ്. 10⁻⁻12ൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതൊക്കെ കൂടി ചെയ്ത് റൂട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2.3117 into 10⁻⁻32 കിലോഗ്രാം മീറ്റർ സ്ക്വയർ secondary universe. Okay, that is okay. ഇനി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് ടെക്സ്റ്റിൽ തന്നെ, ഒരുപാട് സോൾവ് ചെയ്ത പ്രോബ്ലംസ് ഉണ്ട്, സോൾവ് ചെയ്യാത്ത പ്രോബ്ലംസ് ഉണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് അസൈൻമെൻ്റ് ആയിട്ട് പ്രോബ്ലം തരാം. ഓക്കെ, വിത്ത് ദിസ് വി വിൽ സ്റ്റോപ്പ് അവർ ക്ലാസ് ഹിയർ. ബാക്കി ഇതിൻ്റെ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റത്തിൽ വേറെയും കുറച്ച് എക്സാമ്പിളുകൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മാത്രം പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ബാക്കി നമുക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരാം, സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, വി വിൽ സ്റ്റോപ്പ് ഹിയർ. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.